കഴിഞ്ഞ 25 വർഷമായി ആരോരുമില്ലാത്തവർക്ക് താങ്ങും തണലുമായി മാറുകയാണ് FCC സഹോദരിമാർ നടത്തുന്ന ഈ ദൈവഭവനം. ക്ലാരഭവൻ ഓൾഡ് ഏജ് ഹോമിൻ്റെ നാൾവഴികൾ സംഭവബഹുലമാണെങ്കിലും ചിലത് മാത്രം ഓർത്തെടുക്കുകയാണ് ഇപ്പോഴത്തെ മദറായി സേവനം ചെയ്യുന്ന സിസ്റ്റർ ആനി. ഞാൻ സിസ്റ്റർ ആനി റോസ് ഏകദേശം 7 മാസത്തോളമായി ഈ ഭവനത്തിൻ്റെ സുപ്പീരിയറായി സേവനം ചെയ്യുന്നു. ഞങ്ങൾ 11 സിസ്റ്റേഴ്സാണ് ഇവിടെയുള്ളത്. അതിൽ 7 പേരോളം രോഗികളായി വിശ്രമ ജീവിതം നയിക്കുന്നവരാണ്. അതേപോലെ അന്തേവാസികൾ 23 പേരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അതിൽ തീരെ രോഗികളായിട്ടുള്ളവരുണ്ട്, അത്യാവശ്യം അവനവൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകാവുന്നവരുമുണ്ട്, വീട്ടിൽ ആരുമില്ലാതെ അനാഥരായിട്ടുള്ളവരുണ്ട്, അതുപോലെ മക്കളും മറ്റു കുടുംബാംഗങ്ങളും ഉള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് നമ്മൾ സാധാരണ ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. ആരുമില്ലാത്തവരായിട്ടുള്ളവരെ പോലീസും പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ആയിട്ടാണ് ഇവിടെ എത്തിക്കുന്നത്. അതുപോലെ ഇടവകളിൽ ഇവിടെ സിസ്റ്റേഴ്സ് പരിചയമുള്ളവർ അറിഞ്ഞും മറ്റും ഞങ്ങളെ പരിചയമുള്ളവർ വിളിച്ചും ഒക്കെയാണ് ആളുകൾ ഇവിടെ അന്തേവാസികളായിട്ട് എത്തുന്നത്. 2001 ഞങ്ങളുടെ ഈ ഭവനം ആരംഭിച്ച് ഞങ്ങൾ 25 വർഷം പൂർത്തിയാക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഇവിടെ സേവനം ചെയ്ത് കടന്നുപോയ ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ സാമ്പത്തികമായും മറ്റ് പല വിധത്തിലും ഞങ്ങളെ സഹായിച്ചിട്ടുള്ള നാനാജാതി മതസ്ഥരായ ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. എല്ലാവരെയും ഈ സമയം നന്ദിയോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ബലിയർപ്പണത്തോടെയാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത്. സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതാ ഒരു വെള്ളക്കുതിര. അതിന്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. ഓരോ ദിവസത്തേക്കുമുള്ള ചാലകശക്തിയായി വർത്തിക്കുന്നത് ഈ ബലിവേദിയിൽ നിന്നും ഒഴുകിയെത്തുന്ന ദൈവകൃപയാണ്. ബലിയർപ്പണം കഴിഞ്ഞാലുടൻ പ്രഭാത ഭക്ഷണത്തിനായി ഇവർ ഊട്ടുശാലയിൽ ഒരുമിച്ച് കൂടുന്നു. പ്രാർത്ഥനയോടെയാണ് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നത്. ഭൂരിഭാഗവും പ്രായാധിക്യവും രോഗങ്ങളും അലട്ടുന്നവരാകയാൽ പോഷകസമൃദ്ധവും വൈവിധ്യവുമായ ഭക്ഷണം കൃത്യസമയത്ത് നൽകുന്നതിനുള്ള അതിശ്രദ്ധയും ഇവിടെ പുലർത്തിപ്പോരുന്നു. ആരോരുമില്ലാത്തവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, എല്ലാവരും ഉണ്ടായിട്ടും അനാഥരാക്കപ്പെട്ടവർ, ഇവർക്കെല്ലാം എല്ലാമായി തീരുകയാണ് ഈ FCC സഹോദരിമാർ. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരിൽ കിടപ്പ് രോഗികളും വീൽചെയറിനെ മാത്രം ആശ്രയിക്കുന്നവരും പൂർണ്ണമായും പരസഹായം ആവശ്യമുള്ളവരും ഇവിടെയുണ്ട്. അത്യാവശ്യ മരുന്നുകൾ നൽകുന്നതിനായി ഒരു ഫാർമസി ഇവിടെ പ്രവർത്തിക്കുന്നു. ബോഡി ചെക്കപ്പുകൾ നൽകുന്നതിനായി ഒരു നഴ്സായ സിസ്റ്ററും ഇവിടെ സേവനം ചെയ്തു വരുന്നു. ഭക്ഷണവും മരുന്നും പ്രാരംഭ ചികിത്സകളും മാത്രമല്ല, മാനസികോല്ലാസത്തിനായി TV, പലവിധ കളികൾ, പാട്ടുകൾ, കഥകൾ എന്നിവയെല്ലാം ഇവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും
ഓരോ മാസവും 1.5 ലക്ഷത്തോളം രൂപ ചിലവുകൾക്കായി ഇവർ കണ്ടെത്തേണ്ടി വരുന്നു. 2 മാസത്തേക്ക് മാത്രം തികയുന്ന സർക്കാർ സഹായവും 25% വരുന്ന സുമനസ്സുകളുടെ സഹായവും കടിച്ച് ബാക്കിയുള്ള തുക മുഴുവൻ കണ്ടെത്തുന്നത് ഈ പാവം കന്യാസ്ത്രീകളുടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ടാണ്. FCC സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്ത് സിസ്റ്റേഴ്സിന് ലഭിക്കുന്ന ശമ്പളമാണ് ചിലവുകൾക്കായി ഇവർ മാറ്റിവെക്കുന്നത്. ആദിമ ക്രൈസ്തവ സമൂഹം പോലെ സ്വന്തമായി ഒന്നും മാറ്റിവെക്കാതെ സ്വന്തം ആരോഗ്യവും സമ്പാദ്യവും എല്ലാം ഇവർ പൊതുവായി കരുതുന്നു. സ്ത്രീ സൗന്ദര്യത്തിൻ്റെതായതെല്ലാം ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും സ്വന്തം മുടി പോലും നാഥൻ്റെ കാൽക്കൽ അർപ്പിച്ചവരാണിവർ. യാത്രയുടെ യാമങ്ങളിലെപ്പോഴോ കണ്ണുനീരാൽ തലയണ കുതിരുമ്പോഴും ആ കണ്ണുനീർ തുള്ളികൾക്കിടയിലൂടെ അവ്യക്തമായി കാണുന്ന നാഥൻ്റെ മുഖമാണ് ഇവർക്ക് ആശ്വാസം നൽകുന്നത്. രോഗികളും അവശരുമായവർ ചുറ്റും കിടക്കുമ്പോൾ ഒരു ഗാഠനിദ്ര പോലും ഇവർക്ക് സ്വപ്നം മാത്രം. തളർന്നു വീഴാൻ തുടങ്ങുമ്പോഴും ഓരോ പ്രഭാതവും പുതിയതാണെന്ന നാഥൻ്റെ വാക്കുകളാണ് ഇവരെ താങ്ങി നിർത്തുന്നത്. ആരോഗ്യവും വിദ്യാഭ്യാസവും എല്ലാവരെയും പോലെ കുടുംബജീവനം നയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും നാഥൻ്റെ കാൽപ്പാടുകൾ പിൻചൊല്ലാൻ, തനിക്ക് ആരുമല്ലാത്തവരെ സ്വന്തമായി കരുതാൻ ഇറങ്ങിത്തിരിച്ചവരാണിവർ. അതുകൊണ്ടാണ് ഇവർ ഭൂമിയിലെ മാലാഖമാരാകുന്നത്, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാകുന്നത്. സ്നേഹത്തിൻ്റെ കൊടുമുടി കെട്ടിപ്പടുക്കുന്ന ക്ലാരഭവനിലെ ഈ FCC സഹോദരിമാർക്ക് പാദ്രെ പിയോ കുടുംബ കൂട്ടായ്മയുടെ സ്നേഹാദരങ്ങൾ.